ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ഞാനിപ്പോൾ ദുബായിലാണ്. വെറുതെ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞു. അത് നമ്മൾ വീക്കെൻഡിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇനി വീക്ക് ഡേയ്സ് ആകുമ്പോൾ എല്ലാവരും പിന്നെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവുമല്ലോ. അപ്പം ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ഓവറായിരുന്നു. സോ നെക്സ്റ്റ് ഡേ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നല്ല റോഡ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നിട്ട് നിങ്ങൾ അത്ര പോയാൽ മതി. It makes sense, പക്ഷേ they should have unified rule. ഓരോ എമിറേറ്റിലും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ ട്രാഫിക് റൂൾസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ. ഇറ്റ് സീംസ് ഇവിടെ ഓരോ എമിറേറ്റിലും ഇവിടുത്തെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അതാത് എമിറേറ്റ്സിൽ ആ റൂൾസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ വിൽ ഹാവ് ഫൈൻ. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. ഇവിടെ ഒരു ഐക്കിയ ഉണ്ട്. ഈ ഐക്കിയ പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. സോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രൊഡക്ട്സ് മാത്രമല്ല, എസ്പെഷ്യലി അവരുടെ ഫുഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ ബാംഗ്ലൂർ ഐക്കിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയ സാധനങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ വന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ എന്തൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് മറ്റേ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഓഫേഴ്സിലിട്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സെയിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ പ്ലാൻ പോട്ട്സ്, അതുപോലെ പ്ലാന്റ്സ്, ഇതൊക്കെ എൻ്റെ ഭയങ്കരമായ വീക്ക്നെസ്സാണ്. നാട്ടിൽ തന്നെ ഞാൻ ഇതുപോലെ കുറച്ചൊക്കെ ഞാൻ ഐക്കിയെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞാനിങ്ങനെ പോട്ട്സോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, കാരണം ഇതൊക്കെ സെറാമിക്കാണ്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ഇതിങ്ങനെ വെയിറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കണേ ഉള്ളൂ, ഒന്നും വാങ്ങിക്കുന്നില്ല കാര്യമായിട്ട്. പിന്നെ ഒരുവിധമൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണ്. ഇത് മാത്രമായിട്ട് നമ്മളിങ്ങനെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുമ്പോഴേ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അതുപോലെ ഐക്കിയൻ്റെ ഈ കപ്സ് അടിപൊളിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സെറാമിക്കിൻ്റെ ഒരു സാധനങ്ങളും വാങ്ങിക്കുന്നില്ല. പിന്നെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയിട്ട് ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും എൻ്റെ കയ്യിൽ വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വൈറ്റ് ഫ്ലാസ്ക് ഇല്ലേ, അതിൻ്റെ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ഫ്ലാസ്ക് എൻ്റെ കയ്യിലുണ്ട്. നല്ല അടിപൊളി ഫ്ലാസ്ക്കാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഇത് നല്ല ലോക്കുള്ള ഈ കണ്ടെയ്നേഴ്സ് ഇല്ലേ, സംഭവം അടിപൊളിയാണ്. ഇതിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ആക്കി വെച്ചാൽ, നമ്മളെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ പാത്രങ്ങളിലാക്കി വെക്കുന്നത് പെട്ടെന്ന് പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ ഐക്കിയൻ്റെ കുറച്ച് ജാറുണ്ട്, കുറച്ച് കോക്കൻ ജാർ, പിന്നെ നല്ല ലോക്കുള്ള ജാർസ്. അപ്പം അങ്ങനത്തെ ജാറിലും അതുപോലെ നല്ല എന്താ പറയുക, ഇവരുടെ ഈ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ അല്ലേ, നല്ല ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെക്കുന്ന സാധനങ്ങൾ പെട്ടെന്നൊന്നും കേടാവുന്നില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ ഞാൻ വീണ്ടും വീണ്ടും കിടന്ന് തിരിഞ്ഞ് കളിക്കാം കേട്ടോ. ഇപ്രാവശ്യം നല്ല വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സൊക്കെ ലൈക്ക് ഫ്രഷും ഉണ്ട്. ഇതൊക്കെ ഫ്രഷ് ആട്ടോ, ഈ ഓർക്കിഡ്സൊക്കെ. ഇതിന് മുന്നേ ഞാൻ കാണിച്ചത് ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ഇതൊക്കെ ഫ്രഷാണ്. ലൈക്ക് ഐ കുഡൻറ്റ് ജസ്റ്റ് ബിലീവ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ ആർട്ടിഫിഷ്യലാണെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് തണുപ്പാണല്ലോ, ജനുവരി അല്ലേ, അപ്പം ഈ ഒരു സീസണിൽ അത്യാവശ്യം ഇതുപോലത്തെ കളക്ഷൻസൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഫ്രഷ് പ്ലാന്റ്സ് ആട്ടോ, എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്, ഒന്നും ആർട്ടിഫിഷ്യലല്ല. ആൻഡ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ബൊക്കെയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല ടുലിപ്സിൻ്റെ ബൊക്കെയുണ്ട്. പിന്നെ അതിൽ വേറൊരു ഫ്ലവറുണ്ട്. ആ ഒരു ഫ്ലവർ കണ്ടപ്പം എനിക്കെൻ്റെ ചൈൽഡ്ഹുഡ് തന്നെ ഓർമ്മ വന്നു. കാരണം ഉപ്പൻ്റെ കമ്പനിയിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ
ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബൊക്കെ അവരെ വാങ്ങിയിട്ട് കൊടുക്കും. പക്ഷേ ഗസ്റ്റ് ബൊക്കയും കൊണ്ട് പോവില്ലല്ലോ, അവരവിടെ ഇട്ടിട്ട് പോകുമല്ലോ. അപ്പോൾ ഉപ്പ അത് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാനതെടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് എൻ്റെ റൂമിൽ വെക്കുമായിരുന്നു. എസ്പെഷ്യലി ഇതിലുള്ള ഈ ഒരു ലാവെൻഡർ കളർ ഫ്ലവേഴ്സ് ഇല്ലേ, ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ലാവെൻഡർ, ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ ഉള്ള ബൊക്കേസ് ആയിരുന്നു അന്നൊക്കെ കൊണ്ടുവരാറ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷേ അധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ ഈ പ്ലാന്റ്സിനൊന്നും. പക്ഷേ നമുക്ക് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് തിങ് ഈസ് ലൈക്ക് ഈ ബാംബൂ പ്ലാന്റ്. ഈ ലക്കി ബാംബൂല്ലേ, ഈ സ്പൈറൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഗെയിൻ ഇത് നാട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമില്ല. സോ ഞാൻ വാങ്ങിക്കണില്ല. ഒരു സ്റ്റിക്കിന് എന്തോ 7 ദിർഹം അങ്ങനെ എന്തോ ആയിരുന്നു. സോ അഗെയിൻ പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ എനിക്കിങ്ങനെ വാങ്ങാനായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള പോട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ, കാരണം ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പോഴേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവർ വെയ്റ്റ് ആയാൽ ആകെ ബുദ്ധിമുട്ടും. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ അടിപൊളിയാട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഫറ നീ വാങ്ങിക്കോ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം, നമുക്കത്ര ലഗേജൊന്നും ഉണ്ടാവാറില്ല എന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേണം നമ്മളുടെ ഈ ഫേർണിച്ചേഴ്സ് ആൻഡ് ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സ് ഫുഡൊക്കെ എടുക്കുന്നതിന് മുന്നേ ഈ ഒരു സാധനം ഞാൻ ആദ്യം ട്രോളിയിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. എനിക്കത് ഫസ്റ്റ് സൈറ്റിൽ തന്നെ കണ്ടപ്പം കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. മാത്രമല്ല നല്ല വിശപ്പുണ്ട്. അപ്പം ഈ വിശക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് വേണ്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ അറിയാണ്ട് എടുത്തു പോവില്ലേ. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ഒരു ചോക്ലേറ്റ് റോൾ, ചോക്ലേറ്റ് സ്വിസ് റോൾ. പിന്നെ ആസ് യൂഷ്വൽ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഈ മീറ്റ് ബോൾസും ഒരു കോഫിയുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വിശപ്പിൽ മീറ്റ് ബോൾസ് വലിയ കുഴപ്പമില്ലാണ് നമ്മൾ രണ്ടുപേരും കഴിച്ചു കേട്ടോ. പക്ഷേ ഈ ഒരു സാധനം ഇത് ഇത്രയും ഹെവി ആയിരുന്നു എന്ന് ഇതിനെ കണ്ടാൽ പറയില്ല. ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി ആൻഡ് അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ വയറ് ഫുള്ളായി, അതായിരുന്നു മെയിൻ പ്രോബ്ലം. ഇനീഷ്യലി നമ്മൾ കഴിച്ച് തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏകദേശം ഹാഫൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും ലൈക്ക് ഓൺ ദ ടോപ്പ് വരെ ഫുള്ളായി. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഐക്കിൽ പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സോൺ 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എല്ലാ സോണും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. ഒന്നാമത് കുറേ നടക്കാനുണ്ട് ആൻഡ് എല്ലാ ഐറ്റംസും നമുക്ക് അത്ര അഫോർഡബിളോ കാര്യങ്ങളോ ഒന്നുമല്ല. ചിലത് എക്സ്ട്രീംലി എക്സ്പെൻസീവാണ്. എന്നാലോ ഇതുപോലത്തെ ചില കാര്യങ്ങൾ ഈ ലൊട്ടിലൊടുക്ക് ഐറ്റംസ് അങ്ങനെയും കിട്ടും. പിന്നെ മെയിനായിട്ട് ഈ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മനസ്സിലായി. അതിങ്ങനെ ഇൻ ബിറ്റ്വീൻ ഞാനൊന്ന് പ്രെയർ ഹാളിൽ പോയി, വാഷ്റൂമിൽ പോയി. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എവിടെ പോയാലും നമ്മൾ പ്രെയറും കാര്യങ്ങളും, അതായത് നിസ്കരിക്കണം എന്നുള്ളവർക്ക് നമ്മൾ പ്രെയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഈവൻ മോൾസിലായാലും എല്ലായിടത്തും. അതും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. എസ്പെഷ്യലി വെരി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നമ്മളെ നാട്ടിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈവൻ കൊട്ടാരം വരെ പണിയും കേട്ടോ, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. പിന്നെ ഈ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആളുകളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല കേട്ടോ. മെയിൻ്റനൻസ് എപ്പോഴും ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർക്കും അതുപോലെ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നവരും രണ്ടുപേരും മ്യൂച്വലി എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം.
നാട്ടിലെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചാൽ എൻ്റെ വീട് എൻ്റെ പരിസരം, അതിലേക്ക് അപ്പുറമുള്ള ഒരു സ്ഥലം അവരെന്ത് ചെയ്യില്ല, മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു വൈറ്റമിൻ ഡ്രിങ്ക് ആട്ടോ, ഷൈമ വാങ്ങിച്ചാണ്. അങ്ങനെ 2, 3, 4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇവിടുന്ന് ഒരു പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി, പിന്നെ എന്താ പറയുക, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ളൊരു പവർ ബാങ്ക്. പിന്നെ ഈ ഫ്രൈങ് പാൻ, ഇത് ഞാൻ വാങ്ങിയൊരു ബെസ്റ്റ് ബൈ പ്രൊഡക്റ്റായിരുന്നു. ഇതാ ഇപ്പം നാട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ ആ ഫ്രൈങ് പാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞി ഫ്രൈങ് പാനാണ്, പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന ഏരിയയിൽ വീണ്ടും നമുക്കിവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ഹോട്ട് ഡോഗ് വാങ്ങിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഐക്യയിൽ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ എനിക്ക് കമ്പനിക്കൊന്നും ആരുമില്ലേനു. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഹോട്ട് ഡോഗൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാനും ഇനി എങ്ങനെയാണ് തിരിച്ചു പോകാമെന്നൊക്കെ. ബിക്കോസ് എന്നെ എൻ്റെ ബ്രദർ ഡ്രോപ്പ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ലൈക്ക് ഒന്നെങ്കിൽ ഞാൻ ടാക്സി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ബൈ മെട്രോ ബസ്സൊന്നും അത്ര ആക്സസ് ഇല്ല. ഞാനാണെങ്കിൽ അന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 കൈയും 2 കവറ് ഫുൾ സാധനമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ, 2023 വന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളെ കുട്ടി ഷോപ്പിങ്ങും ഒരു കുട്ടി ഡേ ഔട്ടൊക്കെ കഴിഞ്ഞു. സോ വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോസൊന്നും ഇടാത്തത്. നാളെ ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് വീട്ടിലെത്തിയിട്ട് പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ 2-3 വർഷം മുന്നെയാണ് മെട്രോ എടുത്തിട്ടുള്ളത്. അപ്പം മെട്രോൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇനി എവിടേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളതും പ്ലാൻ ചെയ്യണം.